ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിലുള്ള സ്നേഹബന്ധനം. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരവസരം പ്രബലീകരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവസരം നൽകുന്ന പ്രിയപ്പെട്ട പ്രതീക്ഷകളുണ്ട്. എല്ലാ ദൈവജനത്തോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കും. ഒരുപാട് നാളായി ഈ ദേശത്ത് എങ്കിലും ഒരു മുഖവും എനിക്ക് അപരിചിതമല്ല, എല്ലാം സുഖിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ വലുതായി, പ്രായമുള്ളവരായി, പാട്ടുകാരായി എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ദൈവത്തെ നോക്കുന്നു. ഇന്നത്തെ രാത്രിയിൽ ദൈവജന ശുശ്രൂഷയ്ക്കായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യമാണ്. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒരാളാണ്. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവന് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചത് വീടടക്കം ആരംഭിച്ചു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, മാറ്റമില്ലാത്ത ദൈവവചനത്തിനായ ആത്മാവിൽ വചനമെഴുതപ്പെട്ടു. അതേ ആത്മാവിൽ തന്നെ വചനം ധ്യാനിക്കുവാൻ അങ്ങനെയാണ്. മഹത്വം കർത്താവെടുക്കണം. യേശു കർത്താവ് നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ പിതാവെ കേൾക്കണമേ. ദൈവത്തിൽ വിശ്വസിച്ച് വീടടക്കം ആരംഭിച്ചു. സഭയുടെ ആരംഭം, അതിന് വളർച്ച, വ്യാപ്തി വ്യക്തമായും കൃത്യമായും സ്പഷ്ടമായും ലഘുവായും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര പുസ്തകമാണ് പ്രവർത്തികളുടെ പുസ്തകം. സഭയുടെ ആരംഭം, ഇതിന്റെ വളർച്ച, ഇതിന്റെ വ്യാപ്തി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ത്രോവാസിൽ കഴിയുമ്പോൾ ഒരു കൊച്ചു മോഹം വന്നു. ആസ്യയ്ക്ക് പോയി ദൈവത്തിന് പറയാം, ആസ്യയ്ക്ക് പോകാം. ഏഷ്യയിൽ പോയി ദൈവത്തിന് പറയാം, ആസ്യയ്ക്ക് പോകാം. പരിശുദ്ധാത്മ പറഞ്ഞ പോലെ പൗലോസേ, നീ ആസ്യയ്ക്ക് പോകണ്ട. പരിശുദ്ധമ നിരക്കുകയാണ്, ആസ്യയ്ക്ക് പോകണ്ട. അപ്പോൾ കൊച്ചു മോഹം, ഞാൻ ബിഥുനിലേക്ക് പോകാം. പരിശുദ്ധാത്മാവ് ബിഥുനിലേക്ക് പോകുന്നത് തടയുകയാണ്. അങ്ങനെ ത്രോവാസിൽ കഴിയുമ്പോൾ ഒരു രാത്രി ഒരു ദർശനം വരികയാണ്. ദർശനം കാണുകയാണ്. ഒരു മക്കതോന്യക്കാരായ ഒരു മനുഷ്യൻ രാത്രി ദർശനത്തിൽ പറഞ്ഞു, പൗലോസേ, മക്കതോന്യ വന്ന് ഞങ്ങൾക്ക് സഹായിക്കണം. ദൈവത്തിന്റെ ആലോചനയായി, ദൈവത്തിന്റെ അരുളപ്പാടായി കണ്ടുകൊണ്ട് പൗലോസും ശീലാസും കൂടെ മക്കതോന്യയ്ക്ക് പോവുകയാണ്. എവിടേക്ക് പോവുകയാണ്? ഇത് പൗലോസിന്റെ എത്രാം മിഷണറി യാത്രയാണ്? എത്ര മിഷണറി യാത്ര നടത്തി? 3. അതിൽ രണ്ടാമത്തെ മിഷണറി യാത്ര. പൗലോസും ശീലാസും കൂടെ ത്രോവാസ് എന്നത് മക്കതോന്യയിലെത്തുകയാണ്. മക്കതോന്യയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഫിലിപ്പി പട്ടണം. ധാരാളം റോമാക്കാർ പാർത്തിരുന്ന ഫിലിപ്പി പട്ടണത്തിൽ എത്തുകയാണ്. അവിടെ ഒരു സബത്ത് നാളിൽ എവിടെയെങ്കിലും പള്ളിയുണ്ടോ, ആരാധന സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പൗലോസും ശീലാസും കൂടെ ഇറങ്ങിയിരിക്കുന്നു. ഒരു പുഴവക്കത്തെത്തുകയാണ്. എത്തിയപ്പോൾ ധാരാളം ആളുകൾ ആ പുഴവക്കത്തുണ്ട്. കൂട്ടത്തിൽ ഏറെ സ്ത്രീകളുമുണ്ട്. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ആ സ്ത്രീകളോട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ്. കൂട്ടത്തിൽ
ഒരു സ്ത്രീ, അവരുടെ പേരുണ്ട്, തുയത്ര പട്ടണക്കാരിയായ രക്തവർണ്ണ ഹൃദയ പരിശുദ്ധാത്മാവിൽ വചനം ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ തുറന്നു. അവൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുടെ അംഗമായിരുന്നു. അങ്ങനെ ഫിലിപ്പിയിലെ ആദ്യത്തെ സന്തതിയായിരുന്നു രക്തവർണ്ണ. അവൾ സമൂഹത്തിൽ ഉന്നത ശ്രമിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഉന്നത പോലെ ജാതയാണ്, രക്തവർ നിൽക്കുന്നവളാണ്, വിലപിടിപ്പുള്ള വസ്ത്രം നിൽക്കുന്ന ഒരു പെറി ഉന്നതയുടെ സ്ത്രീ. അവൾ മാനസാന്തരപ്പെട്ടു, സഭയുടെ അംഗമായി തീർന്നു. അവളാണ് ഫിലിപ്പി സഭയിലെ ആദ്യത്തെ സന്തതി. വീണ്ടും ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളിപ്പരിസരത്ത് എത്തി. പള്ളിപ്പരിസരത്ത് എത്തിയപ്പോൾ മറ്റൊരു സ്ത്രീ പൗലോസിനെ എതിരേറ്റു. നമുക്ക് പേരില്ല, അറിയപ്പെടുന്നത് അവരുടെ തൊഴിൽ സംബന്ധമായിട്ടാണ്. അവരുടെ പേര് വെളിച്ചപ്പാട്. വെളിച്ചപ്പാട് മാത്രമല്ല, അവൾ കൈ നോക്കി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ ലക്ഷണം പറയുന്ന വെളിച്ചപ്പാടത്തിൽ പൗലോസിനെ കണ്ടപ്പോൾ, ശീലോസിനെ കണ്ടപ്പോൾ അടിപൊളി ഒരു സ്വാഗത പ്രസംഗം നടത്തി. അടിപൊളി ഒരു സ്വാഗത പ്രസംഗം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വാഗത പ്രസംഗം, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാതെ ചക്ര കസേരയിൽ വചനവാസമുണ്ടോ കഴിഞ്ഞ ആഴ്ച കുമ്പളത്താൻ പള്ളിയിലായിരുന്നു. ചക്ര കസേര പറക്കുന്ന ഞാനൊക്കെ സുഖിക്കുക. പ്രതീക്ഷ അത്രയൊന്നും വിവേചിച്ചിരിക്കുക. അപ്പോൾ ദൈവമക്കളെ, ഈ പൗലോസിനെ കുറിച്ച് അടിപൊളി ഒരു സ്വാഗതം പറയുകയാണ്. ആര്? ഈ വെളിച്ചപ്പാട്. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ പറയുകയാണ്. പൗലോസും ശീലോസും സാധാരണക്കാരാണ്, മനുഷ്യർ വലിയവനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, ലക്ഷണമാർഗം വിളിച്ചു പറയുന്നവരാണ്. ആരാണ്? വലിയവനായ ദൈവത്തിന്റെ ദാസന്മാർ, ലക്ഷണമാർഗം വിളിച്ചു പറയുന്നവർ. ഏത് പുസ്തകത്തിൽ ഇതുപോലെ പൗലോസിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്വാഗത പ്രസംഗമില്ല. രണ്ട് കാര്യമാണുള്ളത്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, നിസ്സാരക്കാരല്ല, സാധാരണക്കാരല്ല, മറിച്ച് ദൈവത്തിന്റെ ദാസന്മാർ മാത്രമല്ല, രക്ഷാസുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. ഇതൊരു വട്ടം പലവട്ടം പറഞ്ഞപ്പോൾ പൗലോസ് മനസ്സിലായി എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു സ്ക്രൂ അവിടെ നോക്കി അവിടെയുള്ള അശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മ ശക്തിയാൽ പുറത്താക്കുകയാണ്. അവളും മാനസാന്തരപ്പെട്ട സഭയുടെ അംഗമായി തീരുകയാണ്. അപ്പോൾ ഫിലിപ്പി സഭയുടെ രണ്ടാമത്തെ സമിതിയാണ് ആദ്യത്തെ സമിതി. അവിടെ അംഗമായ ദൈവവചന ശുശ്രൂഷയാണ്. ദൈവവചന ശുശ്രൂഷയാണ്. പരിശുദ്ധ ശക്തിയാണ്. രോഗസൗഖ്യം ലഭിച്ച് പരിശുദ്ധ സഭയുടെ അംഗമായി തീർന്നവരാണ് വെളിച്ചപ്പാടത്തി. ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് സഭയുടെ അംഗമായി തീർന്നവർ പരിശുദ്ധ ശക്തിയാൽ രോഗസൗഖ്യം ലഭിച്ച് സഭയുടെ അംഗമായി തീർന്നവർ മടക്കെന്ന് പറയും. രണ്ട് കാര്യമാണ്. ദൈവവചനത്താൽ പരിശുദ്ധ ശക്തിയാൽ ഫിലിപ്പി സഭയുടെ അടിസ്ഥാനമാക്കിയ ദൈവവചനം, പരിശുദ്ധ ശക്തി. ദൈവമക്കളെ, ഫിലിപ്പി സഭയുടെ അടിസ്ഥാനം പറഞ്ഞാൽ ദൈവവചനം. തുറക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ
പുതിയ പരിശുദ്ധ പ്രസക്തിയ മാനസാന്തരപ്പെട്ട സഭയുടെ അംഗമായിട്ടുള്ള വെളിച്ചപ്പാട് ഫിലിപ്പിയ സഭയുടെ അടിസ്ഥാനം ദൈവവചനവും പരിശുദ്ധാത്മാ ശക്തിയും. തീർന്നില്ല. ഇവിടെ മാനസാന്തരപ്പെട്ടപ്പോൾ ആര് വെളിച്ചപ്പാട് മാനസാന്തരപ്പെട്ടപ്പോൾ അവനെ കൊണ്ട് ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന യജമാനന്മാർക്ക് നഷ്ടക്കച്ചവടമായി. കാരണം ഇവർ കൈ നോക്കി കിട്ടുന്ന കാശിന്റെ 70% അടിച്ചോണ്ട് പോകുന്നവരായിരുന്നു. ആര് മാനസാന്തരപ്പെട്ടപ്പോൾ ഇവർ ലാഭം കുറഞ്ഞു. പൗലോസും ശീലാസിനെതിരെ ആരോപണം ഉന്നയിച്ചു. ജനം കൂടി വന്നു, കഠിനമായി ഉപദ്രവിച്ചു, വർദ്ധിച്ചു, കാരാഗ്രഹത്തിനുള്ളിലാക്കുകയാണ്. ഇതാണ് വായിച്ചതായ വേദഭാഗത്തിന്റെ ചരിത്രവശാസ്ത്രം. വെളിച്ചപ്പാട്ടിലെ മാനസാന്തരപരമായി ലാഭനഷ്ടബന്ധമാനന്മാർ അപവാദം പ്രകടിപ്പിച്ച് കഠിനമായി പീഡിപ്പിച്ച് കാരാഗ്രഹത്തിനുള്ളിലാക്കി ഭക്തനായ പൗലോസിനെ ഇതെന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാത്രി അധ്യായം നിർവഹിപ്പാനാണ് ദൈവങ്ങൾ സമർപ്പണത്തോടെ ആഗ്രഹിക്കുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ, ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസിന്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ആദ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ദൈവത്തിന്റെ പ്രകാരമാണ് എവിടെ വന്നത്? ഫിലിപ്പിയയിലുള്ളത്. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരമാണ് പൗലോസും ശീലാസും എവിടെ വന്നത്? അപ്പൊ ന്യായമായ രീതിയിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ചിന്തിച്ചു കാണും. എന്ത് ചിന്തിച്ചാണ്? ദൈവമേ, നിന്റെ ഹിതപ്രകാരം ജീവിച്ചിട്ടും നീ പറഞ്ഞ വഴിയെ സഞ്ചരിച്ചിട്ടും എനിക്കെന്തേ കഷ്ടത? ചോദിച്ചു. അനിയും ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. തമ്പുരാനെ, നിന്റെ പദ്ധതി പ്രകാരം ജീവിച്ചിട്ടും നീ പറഞ്ഞതുപോലെ ജീവിച്ചിട്ടും എനിക്കെന്തേ കഷ്ടമാണ്? ദൈവത്തിന്റെ ആലോചനപ്രകാരം ആണ് പൗലോസും ശീലാസും എവിടെ എത്തുന്നത്? ഫിലിപ്പിയിലെത്തുന്നത്. കാരാഗ്രഹത്തിൽ ചോദിച്ചു, എനിക്കെന്തുകൊണ്ടാണ് ഈ കഷ്ടത? Why it happened to me? കേൾക്കുന്ന ദൈവമക്കളെ, 4 ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കെന്തേ കഷ്ടത? ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ ഞാനെന്തെങ്കിലും അറിയാതെ ചോദിക്കുന്ന ചോദ്യമാണ് എനിക്കെന്തേ. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവാസമിരിക്കുന്നു, എനിക്കെന്തേ? അങ്ങനെ അച്ചായന് പള്ളിയില്ല, പക്ഷക്കാരനില്ല, ദൈവമില്ല, ദേവനില്ല, എനിക്കെന്തേ കഷ്ടമാണ്? ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. 4 ഉത്തരം തരാം. ഒന്ന്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെയില്ല. എവിടെയില്ല? ഇവിടെ സകലത്തിന് മതിയായ ഉത്തരം തിരുവചനം നൽകുന്നില്ല. സകലത്തിന് ഒരു തൃപ്തികരമായ ഉത്തരം ഈ ഭൂമിയിലില്ല. ശ്രദ്ധിക്കണമായി. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ സ്വർഗത്തിൽ പോകും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചാൽ കണ്ണ് തുറക്കുന്നത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തായിരിക്കും, സ്വർഗത്തിലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഏറെ നേരം കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും.
അമ്മയെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പനെ കാണാം, അതിൽ മോനെ കാണാൻ പോകും. അങ്ങനെ പ്രിയപ്പെട്ട എല്ലാം കണ്ട ശേഷം വീണ്ടും മടങ്ങി എവിടെ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എന്റെ കർത്താവ് നല്ല യൗവനപ്രായത്തിൽ 43 വയസ്സിൽ ഓടുന്നത് എന്നെ എന്തുകൊണ്ടപ്പ ഈ ചക്രകസരയിൽ പിടിച്ചു നിൽക്കുന്നത്? ആദ്യത്തെ ചോദ്യം. അപ്പോ എന്റെ അപ്പൻ എനിക്ക് തൃപ്തികരമായ ഉത്തരം ആ ഉത്തരം വയ്ക്കുന്നവരെ ക്ഷമയോടെ ദൈവത്തെ ശുശ്രൂഷയിൽ കൂട്ടായ്മത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് ദൈവത്തിന്റെ ഖനനീയമായിട്ടുള്ളത്. ഉത്തരവുണ്ട്. എവിടെയാ? അപ്പനെടുത്ത് അതുവരെ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ വചനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക. ഉത്തരവുണ്ട്. എവിടെ? ഉത്തരം അവരുടെ ഉത്തരം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഞാനിപ്പോ ആ പീരിയില്ല, ഏത് പീരിയില്ല, നമ്പരാന്റെ ഉത്തരത്തിനായി ക്ഷമയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. വചനത്തിൽ പ്രാർത്ഥനയിൽ കൂട്ടായി എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്. അപ്പൻ്റെ അടുത്തുണ്ട്. അവന്റെ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. രണ്ട്, എനിക്കെന്തേ കഷ്ടത, കാലാകാലത്തിൽ കിടന്നുകൊണ്ട് അവള് സ്തുതിക്കുക. നീ പറഞ്ഞിട്ട് എനിക്കെന്തേ കഷ്ടത? ഉത്തരം കണ്ട് എന്നെ പോകും. എനിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കക്കൂസിൽ പോകണമെങ്കിൽ ഇടതുവശം തിരഞ്ഞെടുത്ത് മരുന്ന് വെക്കണം, സപ്പോസിറ്റർ വെക്കണം. ഇടതുവശം തിരഞ്ഞെടുത്ത് മരുന്ന് വെക്കണം. 2 സപ്പോസിറ്റർ എടുക്കുമ്പോൾ 3 വെക്കണം. ഇടതുവശം തിരഞ്ഞെടുക്കണം. 1 മണിക്കൂർ കിടന്നാൽ ഒരു 15% പുറത്തു. 15% ഈ സപ്പോസിറ്റർ വെച്ചാൽ ഒരു പക്ഷേ 15% പുറത്തു. ഇടതുവശം ചെറിയ കടക്കൈ ബാക്കി മുഴുവൻ എന്റെ സ്വന്തം കൈകൊണ്ട് എടുക്കുകയാണ്. ചില സമയത്ത് ഏറെ പണിപ്പെടണമെന്ന് പുറത്തെടുക്കാൻ എന്റെ ശരീരം വല്ലാതെ വേർക്കും. ഞാൻ വല്ലാതെ സ്ട്രെയിൻ ചെയ്യും. ദൈവമക്കളെ, എന്റെ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ടേബിളിൽ ഒരു പുരുഷുണ്ട്. സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ, ശരീരം മരുന്ന് വീഴുമ്പോൾ, കണ്ണിൽ കണ്ണീർ വരുമ്പോൾ ഞാൻ നോക്കുന്നത് ദൈവമക്കളെ, ജീവിതത്തിൽ നോമ്പുകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, ക്രൂസിലേക്ക് നോക്ക്. ക്രൂസിലുണ്ട് കഷ്ടതയ്ക്ക് ഉത്തരം. ക്രൂസിലുണ്ട് കഷ്ടതയ്ക്ക് പറ. അങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട. നിന്നെയൊക്കെ കഷ്ടത ഇല്ലാത്തവർ നോക്കണ്ട. കഷ്ടത കൂടി വരെ നോക്കണ്ട. നീ നോക്കേണ്ടത് പാപം വഴിക്ക് നിനക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട് കൂസിലേച്ച ഒരു കഥമുണ്ട്. നമ്മുടെ കഷ്ടതയും കർത്താവിന്റെ കഷ്ടതയുമായി ഒന്ന് വെച്ച് നോക്കിയ നമ്മുടെ കഷ്ടത ഉത്തരവുണ്ട്. എവിടെ? അപ്പൻ്റെ അടുത്ത്. അതുവരെ എങ്ങോട്ട് നോക്കണം? സക്കരിയച്ചൻ നോക്കണ്ട.
നീ നോക്കുന്നത് ക്രൂസിലുണ്ട് നിന്റെ കഷ്ടത്തിൽ. ലുക്ക് അറ്റ് ദ ക്രോസ്. അവിടെ ക്രൂസിൽ കാണാം. ക്രൂസിൽ ജയിച്ച കർത്താവിനെ കാണാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ക്രൂസിൽ നിന്ന് എൻ്റെ കർത്താവ് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നിരുന്നു. നീ ആശ്വസിക്കുന്നത് ഇതൊന്നും കഥയല്ല പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ചാലിച്ച അനുഭവമാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ വിളിച്ചു, വന്നില്ല. ഇന്നെന്താ കാരണം തിരക്കില്ല. എൻ്റെ ഇടത് സൈഡിൽ ഒരു മുറിവുണ്ടായി. അത് വെച്ചുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലെ ശുശ്രൂഷകൾ പോയി. പുറമുണങ്ങിയിട്ട് മകം ഉണങ്ങിയില്ല. അത് ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡായി. എൻ്റെ ശരീരത്തെ മുഴുവൻ ബാധിച്ചു. ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടു. എന്നെ പെട്ടെന്ന് വേർപ്പെട്ടു. പെട്ടെന്ന് വേർക്കുന്നതോടൊപ്പം തന്നെ എന്നെ പെട്ടെന്ന് തണുത്തു. പെട്ടെന്ന് വേർക്കും, പെട്ടെന്ന് തണുത്തു. വേർക്കുന്നതുകൊണ്ട് പുതയ്ക്കാൻ പറ്റിയില്ല. തണുക്കുമ്പോൾ പുതയ്ക്കണം. അവസാനം ഡോക്ടേഴ്സ് കണ്ട് വിളിച്ചു. ഈ ഹിപ്പിൻ്റെ അവിടുത്തെ ബോണിനകത്ത് ഇൻഫെക്ഷൻ ആയിരുന്നു. ദൈവമക്കളെ 40 ദിവസം ഒരു മനുഷ്യന്റെ സഹായത്താൽ ചരിഞ്ഞ് എന്റെ മുറിയിൽ ഒരു കുരിശുണ്ട്. ഞാൻ കുരിശിലേക്ക് നോക്കും. Look at the cross. എന്റെ മനസ്സിലെങ്കിലും ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ look at the cross. You can see the cross of Christ and the risen Christ. കാലാകാലങ്ങളിൽ കോൺഗ്രസ് ചോദിച്ചു, അപ്പാസിക്ക് പോകേണ്ടവരല്ല, വിജയിക്ക് പോകേണ്ടവരല്ല, നീ പറമ്പിൽ കാണില്ല. ഈ ഫിലിപ്പിൽ വന്നു ചുമ്മാ കണ്ടു. കാലാകാലത്തിൽ കിടക്കുകയില്ല. കയ്യെ ചങ്ങലയെ കായ ചങ്ങലയ എനിക്ക് എന്റെ തമ്മിലാണ് ഉത്തരവുണ്ടല്ല പൗലോസേ, ഉണ്ടല്ല പൗലോസേ, ഞാൻ പാട ഉത്തരവില്ല. അതുവരെ നീ ക്രൂശിൽ നോക്കണം. മനസ്സിലായോ? മൂന്നാം ചില കഷ്ടതകൾ ജീവിതത്തിൽ ഒന്നാണ്. ചില കഷ്ടതകൾ ഒന്നാണ് ജീവിതത്തിൽ അവസാനം വരെ കൊണ്ട് നടക്കേണ്ടി വരും. ചില കഷ്ടതകൾ വന്നാൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ട് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്, ഓരോ കാരണവശാലും ജീവിതത്തിൽ ഇയാൾ എന്നിട്ട് നിൽക്കുകയോ നടക്കുകയോ എന്ന് പറഞ്ഞാൽ ചില കാര്യം ജീവിതത്തിൽ വന്നാൽ ജീവിത അവസാനം വരെ തുടങ്ങി. പൗലോസ് അപ്പോസ്തലന്റെ ജഡത്തിലൊരു ശൂലം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ചിലപ്പോൾ നോ, ചിലപ്പോൾ ചിലപ്പോൾ ഉത്തരം ഈ പ്രാർത്ഥിച്ച ആഗ്രഹിച്ച ഉത്തരം ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഉത്തരം എഴുന്നേറ്റ് നടക്കണമെന്ന പൗരസ്മാരുടെ ചൂടുകൊണ്ട് പറ. പക്ഷെ തമ്പുരാൻ പ്രാർത്ഥിച്ച് ഉത്തരവല്ല കൊടുക്കണം. തമ്പുരാൻ പറഞ്ഞു, മോനെ
എന്റെ കൃപ ദൈവം ഇതിനെ കഷ്ടം വരുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ കഷ്ടതയാണോ പ്രശ്നമില്ല, എനിക്ക് എന്ത് വേണം? കൃപ കൃപ സഹോദരനെ സകലത്തോടൊപ്പം കൃപയിൽ തരുന്നവനാണ് ആര്? കഴിഞ്ഞ 24 വർഷമായി ഈ കസരത്തിൽ എത്രയോ തവണ ഈ പള്ളി വരെ പ്രസംഗിച്ചു. എന്തേലും പ്രസംഗത്തിൽ മാത്രമാണ് മറിച്ച് പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്നെ വിളിക്കില്ല, മറിച്ച് ഇയാളെ തന്നെ പൊതിഞ്ഞു നിർത്തുന്ന ദൈവമക്കളെ, ദുഃഖങ്ങൾ വരുമ്പോ, ഭാരം വരുമ്പോ, പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപയിൽ നിന്നെ നിറയ്ക്കുന്ന എന്തുകൊണ്ട് കഷ്ടമില്ല? ഉത്തരമുണ്ട്. എവിടെ? അപ്പൻ്റെ അതുവരെ ക്രൂസിലേക്ക് പോകണം. എന്തിനുവേണ്ടി പ്രാർത്ഥിക്കണം? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാലാമത്തെ ശ്രദ്ധീനെ നാലാമത്തെ കാര്യം വീടടക്കം പ്രമാണിയുടെ വീട് പൗലോസ് ചന്തസ്ഥലത്ത് വസ്ത്രമുറിഞ്ഞ് അടിച്ച് മുറിവേൽപ്പിച്ചു. മുറിവേറ്റ വേദനയുണ്ടോ? ഒരു മുറിച്ച് നോക്ക്, വേദനയുണ്ടോ? പക്ഷെ ആനന്ദിച്ചതാരാ? കാരാഗ്രഹ പ്രമാണിയോ ആനന്ദിച്ചു. ഇവിടെ മനസ്സിലായി മുറിവേറ്റതാരും ആനന്ദിച്ചാലും. അപ്പോ അനേകുഞ്ഞിന്റെ ആനന്ദത്തിന് ഞാൻ മുറിവേറ്റാൽ ആ മുറിവൊരു നഷ്ടക്കച്ചവടം. നിന്റെ കഷ്ടത മറ്റുള്ളവരുടെ മാനസാന്തരത്തിൽ ആനന്ദത്തിൽ പരിതപിച്ചാൽ ഒരു കഷ്ടതയും നഷ്ടക്കച്ചവടം. ഒരു കഷ്ടതയും നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശമല്ലാതെ ജീവിതത്തിൽ ഒന്നും നടക്കരുത്. ദൈവം അറിയാതെയും അവൻ അനുവദിക്കാതെയും നമുക്ക് ലഭിക്കുന്ന വ്യക്തത ദൈവരാജ്യ മഹത്വത്തിന് ആയിത്തീരുന്നെങ്കിൽ ഒരു കഷ്ടതയും നഷ്ടം ഒരു വ്യക്തത ദൈവം അറിയുന്നതിലും അവൻ അനുവദിക്കുന്നതിലും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. സംഭവിച്ചതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമുണ്ടെന്നും കഷ്ടതയുമ്പോൾ ധ്യാനിക്കുക. ക്ഷമയോടെ കാത്തു മണ്ണാട് വേദനയുടെ പ്രബോധം നോക്കും. 3 എന്നിട്ട് പ്രാർത്ഥിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 4 ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് വിശ്വാസത്തോടെ അവരെ അള്ളിപ്പിടിച്ചിരിക്കുക. മികവായിട്ടാണ് പറയുന്നത്. അടുത്തത്
സംഭവം തുടങ്ങുമ്പോൾ മുഴുവനോ ആണോ ആണോ? ഈ സംഭവം തുടങ്ങുമ്പോൾ മുഴുവനോ? സംഭവം അവസാനിച്ചത് എങ്ങനെയാണ് അവസാനിച്ചത്? ആനന്ദത്തിൽ അവസാനിച്ചു. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ സഹകരിച്ച കൂട്ടുകാരല്ല. പക്ഷേ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ എന്റെ മുറിവില് ആനന്ദമാക്കി മാറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ടാകും. നിന്റെ മുറിവിൽ ആനന്ദമാക്കി മാറ്റുന്ന ദൈവമുണ്ട്. ആനന്ദമാക്കി മാറ്റുന്ന ദിവസം പ്രത്യാശം ഇപ്പോൾ കഷ്ടപ്പെടുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തിൽ ധരിച്ച് മരണം നീങ്ങി ജയതല്ല ഒരു ദിവസമുണ്ട്. ജയതന്റെ ഘട്ടമില്ല. ഇതുപോലെ നിങ്ങൾ പറയും കാരാഗ്രഹത്തോട് എനിക്കെന്ത് ഈ ചോദ്യവുമായി ആരെങ്കിലും പള്ളിയിൽ ഉത്തരവും കേട്ടോ. ക്ഷമയോടെ അത് നിങ്ങൾ നോക്കണം. സംഗ്രഹം നോക്കണ്ടേ? അതിലൊക്കെ നോക്കണ്ടേ? നമ്മൾ നോക്കിയോ? ഊസിലേക്ക് നോക്കണം. ഉത്തരവുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. പിന്നെ പറയണം, എന്റെ കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് നന്മയ്ക്കാത്ത വാക്കിൽ ദൈവമുണ്ട്. മാത്രമല്ല പറയണം, ഇപ്പോൾ കഷ്ടതയുണ്ട്, ഇപ്പോൾ വേദനയുണ്ട്. എന്നാൽ താമസിക്കാതെ ഈ കഷ്ടമായി വേദനമായി ആനന്ദ മുഖങ്ങളൊക്കെ എത്തിക്കുന്നതാണ് ദൈവം. പ്രസംഗത്തിന്റെ 1-ാം ഭാഗത്തോട് 2-ാം ഭാഗം ശ്രദ്ധയോടിരിക്കുന്ന 2-ാം ഭാഗം. ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തികളാണ് പൗലോസും. പൗലോസിനെ എന്നാ അറിയും? സേവയാസനക്കാർക്ക് പ്രതീക്ഷിച്ച് ഒരു ഹോംവർക്ക് കിട്ടുകയാണ്. പൗലോസിനെ കുറിച്ച് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ 40 ഉപന്യാസം കൊണ്ട് ആരും സേവയാസനം കഴിയും. കുറഞ്ഞത് എത്രയാണ്? 40. എന്നാണ് വിശ്വാസിക്കുന്നത്. ശ്രീനാസിനെ കുറിച്ച് എല്ലാവരും അപ്പൊ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി പോയി ഈ സീരാസ് ആരാധന കണ്ടുപിടിക്കില്ല കേട്ടോ. അതായത് സീരാസ് ഇതിനെ കുറിച്ചുണ്ട് ആണോ? പക്ഷെ ഞാൻ ഈ വേദപുസ്തകത്തില് ഈ വേദഭാഗത്ത് നിന്ന് പൗലോസിനെ സീരാസിനെ അവതരിപ്പിക്കാനുള്ള അങ്ങനെയാണ് പൗലോസ് സീരാസ് ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് പൗലോസിനെ സീരാസിനെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ആരാണ് പൗലോസ്? ആരാണ്? കയ്യെ ചങ്ങല കാല് ചങ്ങല ആണോ? കയ്യടിച്ച കാലിൽ ചങ്ങലയിട്ട് ആമത്തെ കിടന്നാൽ അനങ്ങാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയി ചോറ് കൊണ്ട് എടുത്ത് അനിയനെന്ന് പറയുന്നത് ചോറ് കാലില്ല. അത് മറ്റുള്ളവർക്ക് കൈകെട്ടാണ്. അനേകം ഇന്ന് രാത്രി മാറിക്കിടക്കാൻ കിടക്കുന്നിടത്തുള്ള അനങ്ങണമെങ്കിൽ ആളുകൾ അനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കയ്യെ ചങ്ങല കാലെ ചങ്ങല വന്നാൽ നമ്മുടെ ജീവിതം
പരിമിതിക്കുള്ളിലായി തീരുകയോ, ജീവിതം പരിമിതിക്കുള്ളിലാക്കുകയോ. നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല, നടക്കുക. കയ്യേറി ചങ്ങല കാലേറി ചങ്ങലയാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയില്ല. നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വേദനയാണ് മാനസിക വേദന. ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ വരുമ്പോ മാനസിക പ്രയാസം അനുഭവിക്കുന്നു. അപ്പൊ പൗലോസും സീലാസും മാനസികമായി വേദനപ്പെട്ടവരാണ്. വസ്ത്രമുറിഞ്ഞ് മുറിവേൽപ്പിച്ചല്ല, മുറിവുണ്ടാക്കിയ ഒരു ശാരീരിക വേദനയുണ്ട്. അപ്പോ ചുരുക്കത്തിൽ അകത്തും വേദന, അകത്തും വേദന, വസ്തും വേദന, ഉള്ളിൽ വേദന, പുറമെ വേദന, അകമ വേദന. ചുരുക്കത്തിൽ വേദനിച്ചവരായിരുന്നു ആര്? പൗലോസും. അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പൗലോസ് കാരാഗൃഹത്തിൽ അടച്ചത്? എന്താണ് അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കാനുള്ള കാരണം? ഇത് വായിച്ചിട്ടുള്ള എന്താണ് വെളിച്ചപ്പാടിന് സൗഖ്യമാണ്. ജനം ഇടകം കഴിഞ്ഞിട്ട് ലാഭമാണ് കാര്യമെങ്കിലും അതേതൊന്നും ആളുകളെ അയച്ചില്ല. ആളുകളെ ഇളക്കാൻ വേണ്ടി സത്യവിരുദ്ധമായ കാര്യങ്ങൾ നോണ പറഞ്ഞു ലാഭം നഷ്ടപ്പെടുന്ന കാര്യം. പക്ഷേ ഈ കാരണം കൊണ്ട് ആളുകളെ എതിരാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും സത്യമല്ലാത്ത കാര്യങ്ങൾ ഈ പൗലോസിനെ കുറിച്ചും സീലാസിനെ കുറിച്ചും നാട്ടുകാർ പറഞ്ഞു. എന്താണ് സത്യമല്ലാത്ത കാര്യം? വയസ്സ് 16-20. യഹൂദന്മാരായ ഈ മനുഷ്യർ പട്ടണത്തെ കലക്കുന്നവരാ. മതി, തുമ്പോൺ പട്ടണത്തെ കലക്കുന്നവരാ. മനസ്സിലായോ? തുമ്പം കലക്കുന്നവരാണ്. സത്യമാണോ പറഞ്ഞത്? ആണോ? എന്നതാ പറഞ്ഞു? കലക്കുന്നുണ്ടാക്കി മാത്രമല്ല, നമ്മുടെ നമുക്കിഷ്ടമല്ലാത്ത മറ്റൊരു വിഷയം ആണിവർ. ഇത് പറഞ്ഞാൽ നമ്മുടെ മതത്തെ വേറുകൂടെ വിഷമുണ്ടാക്കിയ വിഷമല്ല, വർഗീയ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വാസ്തവമല്ലാത്ത തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ പൗലോസും സീലാസും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. ആണോ? മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടുക, സത്യമല്ലാത്ത കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഏത് മനുഷ്യനും വല്ലാത്ത പ്രയാസത്തിൽ നിങ്ങളെ കുറിച്ച് സത്യമല്ലാത്ത കാര്യം ഈ നാട്ടിൽ പ്രചരിച്ചാൽ, സാമൂഹ്യമായിട്ട് പ്രചരിച്ചാൽ വേദന വരുമോ? തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് ഏത് സമയത്തും വളരെ വേദനാജനകമാണ്. അപ്പൊ ചുരുക്കത്തിൽ ശാരീരിക മാനസിക വേദന അനുഭവിച്ചത് ഒപ്പം മറ്റുള്ളവരെ തെറ്റിദ്ധ
തെറ്റിദ്ധരിക്കപ്പെട്ടവർ. എന്റെ കാര്യം മനസ്സിലായത്? ഒരു മാസത്തോളം ഈ ഫിലിപ്പിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് പൗലോസും. ഒരു സ്ത്രീയുടെ സൗഖ്യം പറഞ്ഞിട്ടുണ്ട്, അതാണ് വെളിച്ചപ്പാട്. തീർച്ചയായിട്ടും അനേകം വന്ന് ഇവരിൽ നിന്ന് എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? സൗഖ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്ത് അത് ഒഴുത്തി ഈ കാലാലയത്തിൽ വന്ന് ധാരാളം വാങ്ങിക്കൊടുക്കണം. വിക്സിട്ട് തിരിക്കുക, മനസ്സിലായി? അനേകം സൗഖ്യം കൊണ്ടുവരാ. പക്ഷേ വേദന വന്നപ്പോ, സങ്കടം വന്നപ്പോ, വിഷമത്തിലായപ്പോ ഈ സഹായം കിട്ടിയ ഒരെണ്ണം പോലും ഇതൊന്നും ശരിയാണ്. എന്താ മാസമാസങ്ങൾ ആൾ പോകുന്നത്? എന്താണ് ആളുകൾ പോകുന്നത്? ആളുകൾ പോകുന്നെങ്കിൽ അതിന് കാരണം അവൻ ആവശ്യ സമയത്ത്, അവന്റെ ആവശ്യ സമയത്ത് കൂടെ ചെന്നിരിക്കാനോ പ്രാർത്ഥിക്കാനോ നീ കാണിച്ച വിമുഖതയാണ്. അത് നല്ല നേരത്തോടെ പോയാൽ കുറ്റം പറയാൻ ഒരു കാര്യവും ഞാൻ 3 വർഷം നഷ്ടപ്പെട്ട ഒരെണ്ണം എന്റെ സഹോദരത്തിൽ പോയില്ല, ഒരെണ്ണം പോയില്ല. പോയൊക്കെ മടങ്ങില്ല, മാനിക്കുന്നില്ല. പക്ഷേ വേദന വന്നപ്പോ, സങ്കടം വന്നപ്പോ, ദുരിതം വന്നപ്പോ, ദുഃഖം വന്നപ്പോ ചേർത്തിരിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കി എടുത്തു. ദൈവമക്കളെ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ പൗലോസും ശീലാസും ചെയ്യാത്ത കുറ്റത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുക, മറ്റുള്ളവരെ തിരസ്കരിക്കപ്പെടുക, ശാരീരിക മാനസിക വേദന അനുഭവിച്ചതായിരുന്നു ആര്? പൗലോസും. ചുരുക്കത്തിൽ പ്രതിസന്ധിയുടെ പെരുമഴക്കാലത്ത് കിടന്നവരായിരുന്നു ആര്? പൗലോസും. തെറ്റിദ്ധരിക്കപ്പെട്ടവർ, തിരസ്കരിക്കപ്പെട്ടവർ, ശാരീരിക മാനസിക വേദന അനുഭവിച്ചു. കിടക്കുന്ന എവിടെയോ അങ്ങനെയുണ്ടോ? ഒരു ഭക്തൻ വെളിപ്പെടുന്നത്, ഒരു വിശ്വാസം വെളിപ്പെടുന്നത്, ഒരു വിശ്വാസി ദൈവമായിട്ട് വെളിപ്പെടുന്നത് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലാണ്. മനസ്സിലായോ? ആരാധന മധ്യത്തിലല്ല, ഒരു വിശ്വാസം വെളിപ്പെടുന്നത് കടന്നു പോകുന്ന പ്രതിസന്ധിയിലുള്ള പ്രതികരണത്തിലാണ്. മനസ്സിലായോ? ചെയ്യാത്ത കുറ്റം, തിരസ്കരിക്കപ്പെട്ടവരാ, മാനസിക ശാരീരിക വേദനയുണ്ട്. പാട്ടെടുത്ത് കേൾക്കാൻ ചിന്തിച്ചോ? ആരാധന കൂടെ കേൾക്കാൻ ചിന്തിച്ചോ? മഴയാണെങ്കിൽ എന്തുമില്ല, ആരാധന വീട്ടിൽ 2 ഗസ്റ്റ് കൂടി വന്നാൽ പ്രാർത്ഥനയുണ്ടോ? ഒരു ദിവസം വൈകിട്ട് വീട്ടിൽ 2 ഗസ്റ്റ് വന്നാൽ നാളെ പെരുമഴയാണെങ്കിൽ ആരാധകരുടെ പേര് പരസ്യമാണോ ആളുകൾ എന്നെ അറിയാനാണോ ആരാധന ആവശ്യം? നാളെ ഉണ്ടല്ലോ, നാളെ കേട്ടേക്കാം. ഓർത്തോണം, നാളെ വിലക്കുള്ളത് നാളെ വിലക്കുള്ളതല്ല. ഒരു വിശ്വാസം വെളിപ്പെടുന്നത്
ജീവിതത്തിന്റെ പ്രതിസന്ധിയിലാണ്. പാട്ട് നിർത്തിയില്ല. തിരസ്കരിക്കപ്പെട്ടിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും ഒറ്റപ്പെട്ടിട്ടും കൂട്ടായ്മ വേണമെന്നോ ആരാധന വേണമെന്നോ പൗലോസും ശീലാസും ആരാധന മുടക്കി നിൽക്കുന്ന ആളുകൾ അതിലേക്ക് ദൂരെ പോകണ്ട, ഇവിടെ തന്നെ വേണം. നികഴുന്ന സഹോദരൻ പ്രശ്നങ്ങൾ മുമ്പിൽ പ്രതിസന്ധി വരുമ്പോൾ ആരാധന നടക്കുന്നവരുടെ ദൈവം. ചുരുക്കത്തിൽ കാരാഗ്രഹത്തിലും പാട്ടുപാടി ദൈവത്തെ തിരസ്കരിക്കപ്പെട്ടവർ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, വേദനപ്പെട്ടവർ, ആരാധനത്തിയില്ല, പാട്ടിലെത്തിയില്ല, പാട്ടിനെ ചൂടുമാറ്റിയില്ല. ഏത് രീതിയിൽ പള്ളിയിൽ പാടുന്നു അതേ പാട്ട് പരസ്യപ്പെടും പാടിയതിലേക്ക് മറ്റു സ്ഥലം പോകണ്ട. അങ്ങനെ പാടിയുടെ തിരക്ക് വേറെ പോകണ്ട. വിജയാനന്ദമുണ്ട് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പാടി ദുഃഖത്തിന്റെ ദൈവമക്കളെ ജീവിതത്തെ പ്രതിസന്ധി കൊണ്ടപ്പെടും. ആരാധനയ്ക്ക് മാറ്റപ്പെട്ടില്ല, പാട്ടിന് മാറ്റപ്പെട്ടില്ല, കയ്യിലെ ചങ്ങലില്ല, കാലിലെ ചങ്ങലില്ല, ചങ്ങല കൊണ്ട് പാടുകയാണ്. ചുരുക്കത്തിൽ കാരാഗ്രഹത്തെ എന്താക്കി മാറ്റി? കാരാഗ്രഹത്തെ ആരാധനാലയമാക്കി മാറ്റി. നമ്മളെന്ന് നിങ്ങൾ ഈ 10 ഒരുപാട് ഞാൻ നമ്മളെ ശേഷം 10 ഞാൻ ന്യൂസ് എടുക്കാം. കഴിഞ്ഞ 2 ദിവസം 3 പള്ളികൾ ആരാധന നടത്തുന്നത് നമ്മുടെ ഹൃദയം നമ്മളെയല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ആരാധനാലയത്തെ കാലാഗ്രഹമാക്കി മാറ്റി. ദൈവമക്കളെ, നിങ്ങൾ പറയും തുമ്പോട് പള്ളി ഇപ്പോഴും ആരാധനാലയം വെച്ചു. ഒരു മാറ്റമില്ല. എന്താ നിന്റെ ഭവനം ആരാധനാലയമാണ്. അത് കാലാഗ്രഹമാണ്. ഈ ചോദ്യം കൊള്ളണം. എന്റെ ഭവനം ആരാധനാലയമാണ്, അതോ കാലാഗ്രഹമാണ്? ആരുടെ തടവറയില്ല ഞാനെന്തും ജീവിക്കുന്നത്. ജീവിതം നമ്മുടെ ഭവനം ആരാധനാലയമാണ്, അത് കാലാഗ്രഹമാണ്. നമ്മുടെ ജീവിതം അത് ആരാധനയാണ്. ദൈവപ്രസാദമുള്ള യാഗമായി തീരുന്ന ആരാധനയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് പലപ്പോഴും ജീവിതമൊക്കെ കൈമാറുകയാണ്, തലമുറയായി മാറുകയാണ്. അനേക കാര്യങ്ങളുടെ തലമുറയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞ ഒറ്റയ്ക്കാണ്. പ്രസംഗത്തിൽ സുഖത്തിൽ പറഞ്ഞ ഞാനും ജീവിതം കാലാഗ്രഹത്തെ ഉണ്ടാക്കി മാറ്റി. വേണമെങ്കിൽ ഇന്ന് വേണ്ടാന്ന് വെച്ച് മാറ്റാം. ഇറങ്ങിയിട്ട് പാടാവുന്നില്ല. പക്ഷേ കഷ്ടതയ്ക്കകത്തും പാടുകയാണ്. അതുകൊണ്ടാണ് ഒപ്പിലാക്കൾ പാടിയത്. കഷ്ടതയേലോ പാടുവാൻ എന്നെ
ഇതെല്ലാം വിശദമായി അറിയപ്പെട്ടിരിക്കുകയാണ്. ദൈവമില്ലാത്തവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്ക് പ്രസംഗിച്ചില്ല, പ്രസംഗിച്ചോ? പൗലോസ് പ്രസംഗിച്ചോ? ഇതായിരുന്നു പ്രതിസന്ധിക്കകത്ത് പാട്ട് ശരിങ്ങനെ പറയുന്നു. പ്രതിസന്ധിക്കകത്ത് അപ്പൊ ഉള്ളിൽ ചിന്തിച്ചതാണ്. എന്നാലും എന്റെ സക്രിയച്ച എങ്ങനെ പാടാൻ കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ്, എങ്ങനെ പാടാൻ എങ്ങനെ ചോദിക്കുന്ന കൃഷ്ണൻകുട്ടിമാർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് അന്നമ്മ പാടുന്നു? ഇത്ര പ്രതിസന്ധി വന്നിട്ടും ഇത്ര ഒറ്റപ്പെട്ടിട്ടും ഇത്ര വേദന വന്നിട്ടും എന്തുകൊണ്ട് പാടുന്നു? പാട്ട് പാടിയപ്പോ ചങ്ങലല്ല, വാതിലല്ല, നിങ്ങളാണ് കിച്ചത് കൊടുത്തത് 12 നിൽക്കത്തുള്ളൂ. എന്നാ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പൗലോസ് സീലാസും ഇവിടെ നിൽക്കുക. അപ്പം പ്രമാണ ചോദിച്ചു, അറിയന്മാരെ എന്ന് പറഞ്ഞാൽ തുറന്ന വാതിൽ കിട്ടിയിട്ടും ദൈവസാക്ഷ്യത്തെ കോട്ടം തട്ടാതെ പ്രതിസന്ധിക്കകത്ത് ജീവിച്ചവരാണ്. സുവിശേഷം പ്രചരിക്കണമെങ്കിൽ, സുവിശേഷം വളരണമെങ്കിൽ, സുവിശേഷം വേളയണമെങ്കിൽ 30 പേർക്ക് 100 പേര് ഇത് പറഞ്ഞു ജീവിത സാക്ഷ്യമുള്ള ഒരെണ്ണം കൂടെ മതി. വാതിലിട്ടത് കിട്ടിയിട്ടും അവസരം കിട്ടിയിട്ടും ലഭിച്ച അവസരത്തെ ദൈവത്തെ വിരുദ്ധമായി ഉപയോഗിക്കേണ്ടതായിരുന്നു പൗലോസും. ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നു, ആരെ ചോദിക്കുക, സഹോദരന്മാരെ, ഇതുപോലൊക്കെ ജീവിക്കാൻ ഞാനുണ്ട്. അപ്പോൾ നോക്കിനെ ദൈവത്താൽ പരിശുദ്ധ ശക്തിയാൽ പ്രമാണം പൗലോസിന്റെയും ശീലാസിന്റെയും കാലാഗ്രഹത്തിലെ ജീവിത സാക്ഷ്യമുണ്ട്. തുമ്പോൾ പള്ളിക്ക് വേണ്ടുന്നത് ഈ ഗുണമാണ്. ഒന്ന് തുറക്കപ്പെട്ട വചനം. ഇന്ന് സിപ്പിട്ടാണ് വെള്ളസോടാണ് നാട്ടിൽപ്പെട്ട് വെള്ളസം കൊടുക്കുന്നത്. സിപ്പോട് 1500 കാര്യമില്ല. കൊറിയൻ ബൈബിളാണ്, ഏത് ബൈബിളാണ് എനിക്ക് വേണ്ടുന്നത്. കാരണം ചില സമയത്ത് ഓടിച്ചെന്ന് വായിക്കണമെങ്കിൽ സിപ്പ് തുറക്കണ്ടേ? ദൈവം തുറന്ന വേദപുസ്തകങ്ങളാണ് മാത്തമാക്കാരെ കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. ക്രിസ്ത്യത്തിനോട് പള്ളി പോകുന്നതിൻ്റെ പേരാണ് നാളെ ഓർമ്മിക്കൂ. ഒന്നുമില്ലാതെ വരും എല്ലാം നാളെ ഇത്രയും മനസ്സിൽ വെച്ച് പ്രസംഗിച്ചു. എത്ര നമുക്ക് നാളെ നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിൽ വിശ്വസിച്ചു ആശ്രയിച്ചു. എന്നോട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പടവാദവും അപ്പോസ്റ്റൽസിന്റെ മിടുക്കന്മാരെ അച്ഛന്മാർ എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവസാനം രൂപത്തിൽ ചോദിച്ചു, അച്ഛോ പുനർജന്മം തരുവാണെങ്കിൽ അച്ഛൻ ഏത് സമയം
ഈ ചോദ്യം കൊണ്ട് നിൽക്കുമല്ലോ വിളിച്ച് യജമാനി വിളിക്കുന്നുണ്ടല്ലോ അവിടെ പ്രോസസ്സാ എന്തുകൊണ്ടോ ഈ മാത്രം സൗകര്യം വേണോ അച്ഛന്മാരെ മൂന്നിലായിരുന്നു ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു പിതാക്കന്മാർ എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു പിതാക്കന്മാർ അനുശേഖയിൽ ഓർത്തഡോക്സ് പള്ളിയിൽ അടിച്ചിറക്കാൻ കുഴിയൻ എന്ന സ്ഥലത്ത് എൻ്റെ പള്ളികളുടെ കുഴിയിൽ പള്ളിയിലാണ് കുഴിക്കകത്ത് എൻ്റെ വീട്ടിൽ പള്ളി കേട്ടിട്ടുണ്ട് ഈറയും ഓരോ കിട്ടിയ പക്ഷെ പിതാക്കന്മാർക്ക് കൈമുതലായിരുന്നു വരുന്നത് തുറന്ന വേദപുസ്തകമാണ് തുറന്ന വേദപുസ്തകം കൈമുതലായുള്ള ആ സഭയുടെ പട്ടക്കാരായിരുന്നു വീണ്ടും ഞാൻ പറഞ്ഞു എന്റെ സ്വഭാവം എന്റെ വീട്ടിൽ അനുസരിക്കുക എല്ലാം നഷ്ടപ്പെട്ട സഭ 11 അൽമായക്കാരും ഒരു പട്ടക്കാരും പ്രാർത്ഥിക്കാൻ കഴിയും പരിശുദ്ധ പെയ്തിറങ്ങി അളവിൽ മാടയിൽ പരിശുദ്ധ പെയ്തിറങ്ങി അതിനാൽ ചലിക്കപ്പെട്ട സഭയാച്ചു എന്റെ സഭ ആ സഭയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു 3 എന്റെ സഭയിൽ സാക്ഷ്യമുള്ള അൽമായക്കാരാണ് നിറയപ്പെട്ടവരാണ് കേട്ടോ സാക്ഷ്യമുള്ള അൽമായക്കാരാണ് ദൈവജനങ്ങളെ സാക്ഷ്യമുള്ളത് അതാ സുവിശേഷം പറയുന്നത് പ്രമാണം ചോദിക്കുക രക്ഷപ്രഭുമാർ ഞാനെന്താ എനിക്ക് ഈ അവിടുത്തെ രസം അതും ശരിയാ ഇതും ശരിയാ പൗലോസ് പറയാം എന്താ പറഞ്ഞു ഒരൊറ്റ ശരിയാണ് ആദ്യത്തോടെ നെറ്റത്തോടെ മാറ്റമാകാതെ നീ പറയണം അതും ശരിയാണ് ഇതും ശരിയല്ല ചിലതൊക്കെ എനിക്ക് സങ്കടം വരും ഇതിന് പ്രകൽപ്പനാണ് ഇതിന്റെ വിടുക്കന്മാരാ അത് ശരിയാണ് ഇത് ശരിയാണ് സക്രിയാസ് എന്നും പറയും ഒരൊറ്റ ശരി കൊണ്ടു കർത്താവായ യേശു ക്രിസ്തു അതിനപ്പുറത്ത് ശരിയില്ല അതിനപ്പുറത്ത് ശരിയില്ല സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമോ കഷ്ടം ഒരൊറ്റ ശരി പ്രമാണം പറഞ്ഞു ഒരൊറ്റ ശരിയുള്ളൂ രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കും ദിവസത്തിന് പോകില്ല ദിവസത്തിന് ഇത് മാനസാന്തരപ്പെട്ടു എന്താണ് ഈ മാനസം നമ്മുടെ ധാരണ മാനസാന്തരപ്പെട്ട കടസാൻ കൊടുക്കാം എന്താ ഈ മാനസം മാനസം നടത്താണെന്ന് ഈ വേദഭാഗം ഇവ പഠിപ്പിക്കും വായിക്കണേ എന്താണ് മാനസം 30-ാമത്തെ വാക്യം അതിന്റെ ആദ്യത്തെ വാക്ക് 30-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് യജമാനന്മാരെ മാനസാന്തരം എന്താണ് ഒറ്റ വാക്കിലുണ്ട് എന്താ വാക്ക് ഇതുവരെ ഈ കാലാകാലത്തിൽ കാലാകാലം ഇപ്പൊ ഈ യജമാനൻ പൗലോസിനെ വിളിക്കുകയാണ് യജമാനൻ ബാലദാസനായി എന്താ മാനസാന്തരം എന്താ മാനസാന്തരം മാനസാന്തരം പറയുന്നത് യജമാന ഭാവം വെളിഞ്ഞ് ദാസനായി തീരുകയാണ് ദൈവസഭ യജമാനൻ ഒന്നേ ഉള്ളൂ കർത്താവായ അവന്റെ ദാസിദാസന്മാരാണ് പ്രതീക്ഷിച്ചതും ദൈവസഭ മുമ്പായില്ല ഞാൻ 86 പട്ടയത്തതാണ് ഒരു കാര്യമില്ല ഇന്നലെ വന്നവരും ഇവിടെ നേരവും ഞാനും മാത്രം ദൈവസഭയിൽ ആണില്ല പെണ്ണില്ല മുമ്പിലുള്ള പെണ്ണില്ല എല്ലാവരും ക്രിസ്തുവേശുവിന്റെ ദാസന്മാർ മാനസം പറയുന്നത് യജമാന ഭാവം എടുത്ത് ദാസനായതിന്റെ പേരാണ് പൗലോസിനെ വിളിച്ചു യജമാനൻ നമ്മൾ കേൾക്കാനിരിക്കുക എന്തുകൊണ്ട് കേൾക്കാൻ അത് കേൾക്കാൻ
ആയിട്ടിരിക്കുക സക്കറിയ യജമാനൻ. പക്ഷെ വിളിച്ചിട്ടൊന്നും പൗലോസൊന്നും ആരായില്ല. അപ്പോഴേ പറയുന്നത് ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും ശീലാസും. ദൈവസഭയിൽ യജമാനന്മാരില്ല, എല്ലാവരുമാരാണ്. യജമാന ഭാവം വരുന്നത് ദാസനായിട്ടിരിക്കുകയാണ് മാന സ്വാമി. രണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർ മുറിവുകളെ ഇതുവരെ ഒരു ജോലിയാക്കി മുറിവുണ്ടാക്കിയാണ്. ഈ മുറിവുണ്ടാക്കിയിട്ട് മുറിവിനെ കഴുകി കെട്ടി ഉറക്കുക. എന്താ മനസ്സാണ്? എന്താ മനസ്സാണ്? സഭ വിട്ട് മാറുന്ന മനസ്സുണ്ട്. സഭ വിട്ട് മാറുന്ന മനസ്സുണ്ട്. നീ ഉണ്ടാക്കി മുറിവുകളോ സ്വന്തം സഹോദരനില്ലാത്ത കക്ഷിയില്ല. സ്വന്തം അപ്പനും അമ്മയ്ക്ക് ചോദനമില്ലാത്ത അണിയൊരു പാടില്ല. തീ കത്തിക്കായനെ തീ കത്തിക്കായ ഏത് പാട്ടും സഹിക്കുക. തീ കത്തിച്ചോ ഈ മാനസം ഉണ്ടാക്കി മുറിവിനെ കിട്ടുക. എത്രയോ മുറിവുകൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കെട്ടാൻ സാധിക്കുക. ശമരിയക്കാരുടെ ഉപയോഗം കടൽ മുൻകഴിച്ചു. ശമരിയക്കാരൻ മുറിവിലേക്ക് മുറിവുണ്ടാക്കുന്നത് സുലഭമാണ്. മുറിവ് കെട്ടുന്നതെണ്ണം മുറിവാണ്. സഭയ്ക്കാവശ്യം ദാസന്മാരെയാണ്. സഭയ്ക്കാവശ്യം മുറിവ് കെട്ടുന്നവരെയാണ്. ഒരു മാറ്റമില്ല. എൻ്റെ കൊച്ചിലെ പാട്ടായിരുന്നു യേശുവിൻ്റെ ഉള്ളത്തിൽ ഇപ്പം ആ പാട്ടൊക്കെ പോയി. യേശുവിൻ്റെ ഉള്ളത്തിൽ വന്ന നാൾ എൻ്റെ കൊച്ചിലെ പാട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കും ഞാൻ മാറ്റും ഞാൻ തന്നെ ചോദിക്കും ഞാൻ തന്നെ ഉത്തരം പറയും ഞാൻ മാറ്റും പാട്ട യേശുവിൻ്റെ ഉള്ളത്തിൽ യേശു ഉള്ളത്തിൽ വന്നാൽ മുറിവുകൾ കെട്ടുകയാണ്. മുറിവുണ്ടാക്കുകയാണ്. സഹോദരബന്ധത്തിൽ മുറിവുണ്ട്. ദൈവ നിയന്ത്രണ ബന്ധത്തിൽ മുറിവുണ്ടോ? അപ്പൻ മക്കളുടെ ബന്ധത്തിൽ മുറിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ മാനസത്തിൽ ഏറ്റവും പ്രസക്തമായതാണ്. 27 സങ്കരക്കാർ ഓടിപ്പോയി കളഞ്ഞു. മതി വാളൂരി തന്നെത്താൻ ഈ തന്നെത്തന്നെ പോകണം. ആത്മ എന്താ വിഷയം? സങ്കരക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. ചിലർക്ക് ഊഹിച്ചാൽ മതി. അപ്പൻ അങ്ങനെ എന്നാ പറയും? നാട്ടുകാർ പറയാൻ എന്നാ അറിയും? അതിൻ്റെ ഒരു കുഴപ്പമില്ല. വളരെ കൊണ്ടാണ് പിന്നെ മാറും. നിസ്സാര കാരണത്തിന് ജീവിതം വേണ്ടത് വെക്കുകയാണ്. വാഴൊരു തന്നെ പ്രധാനം അനേകരെ വാഴൊരു തന്നെ താങ്ങുകയാണ്. മുറിവേൽപ്പിക്കുന്നവരുടെ ജീവിതത്തെ തന്നെ താങ്ങുക. നിസ്സാര പ്രശ്നങ്ങൾക്ക് ജീവിതം വേണ്ട നമുക്ക് ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സർവ്വത ഓടിപ്പോയി കളയുന്നത് ജീവിതം വേണ്ടാന്ന് വെച്ചവരാണ്. വീടടക്കം മനസ്സിലാക്കുന്നു. ജീവിതം വേണ്ടാന്ന് വെച്ചവൻ കർത്താവ്
ജീവിതത്തെ ആഘോഷമാക്കി പറ്റി. മാനസാന്തരപ്പെടുക, ദൈവത്തോട് ചേർന്ന് പ്രതിസന്ധിക്കകത്ത് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റി. മനസ്സിലായി? ജീവിതം വേണ്ടാന്ന് വെച്ചാൽ ജീവിതത്തെ ആഘോഷമാക്കി. മനസ്സിലായോ? സമയമില്ലാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഇത് ഏറ്റെടുത്തോളം പറഞ്ഞപ്പോൾ സാധനം തുടങ്ങിയപ്പോൾ പൗലോസ് ശീലാസനം പറഞ്ഞ വാക്കുണ്ട്. നിനക്കൊരു ദോഷവും ഞങ്ങളെല്ലാം തുമ്പോളിൻ്റെ അടുത്തുണ്ട്. മോനെ ശരണെ വിഷമിക്കേണ്ട, തെറ്റുപറ്റുവാണ്, വേദനിക്കപ്പെടുവാണ്, പരാജയപ്പെട്ടു പോകുവാണ്, അപ്പുറമുണ്ടടാ. മനസ്സിലായോ? അമ്മയുണ്ട്, ഇത് തെറ്റുപറ്റും, കുറവ് സംഭവിക്കും, വീഴ്ച പറ്റും. ഒരു കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നില്ല. അമ്മ അപ്പോഴും ഒരുമിച്ച് വേദനിപ്പിക്കുമ്പോൾ സമൂഹത്തിലെ വേദനയോടൊപ്പം അവരും ചേർത്ത് പിടിക്കാതെ മാറ്റി നിർത്തുമ്പോൾ ആ കുഞ്ഞാത്മഹത്യയുടെ കുറ്റം ആ കുഞ്ഞിലേക്കില്ല. മനസ്സിലായോ? തെറ്റുപറ്റാൻ തുടങ്ങിയ അകന്നു പോകാൻ തുടങ്ങില്ല. ദൈവസഭയെ മാർഗമാക്കാൻ നീ പറയണോ? ഞാനുണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും ചേർത്ത് കഴിക്കുന്ന അനുഭവത്തിന്മേലാണ് മാനസാന്തരമായ ഭയമുണ്ടായി. ഒരമ്മ പറയണം, ഒരു ചേട്ടൻ പറയണം, ഒരപ്പൻ പറയണം, ഒരു കൂട്ടുകാരൻ പറയണം, ഞങ്ങളെല്ലാം ഇവിടെ ആരോടുകൂടെ നിന്നോട് മുറിവേറ്റവരോടൊപ്പം നീ കൂടെ കാണും. മുറിവേറ്റവരോടൊപ്പം മുറിവേറ്റ കഷ്ടമല്ല, മുറിവേറ്റവരോടൊപ്പം നീ കഷ്ടതയുണ്ട്, ഉത്തരമുണ്ട്. അപ്പഴെടുത്ത് അത് രക്ഷയോടെ അങ്ങോട്ട് ഇങ്ങനെ നോക്കരുത്. വേണ്ടി പ്രാർത്ഥന സംഭവിക്കുന്നവർക്ക് കഷ്ടം വന്നിപ്പോൾ വിശ്വാസത്തെ പറ്റിയില്ല, ആരാധന മാറ്റിയില്ല, പാട്ട് നിർത്തിയില്ല. ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് ചോദിച്ചു, എന്ത് വേണം? സുവിശേഷം ഒറ്റവാക്കിയുണ്ട്, മാനസാന്തരമായി തന്നെ കഴിക്കുക. ഇതാണ് പ്രാർത്ഥന